അൻവർ MLA ഗുരുതര വെളിപ്പെടുത്തലുകളിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനെതിരെ പൊതുവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചു. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കും. കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ MR അജിത് കുമാർ സ്റ്റേജിലുണ്ടായിരുന്നു. അജിത് കുമാറിനെ ഗൗനിക്കാതെ മുഖ്യമന്ത്രി പിന്നീട് വേദി വിട്ടു. ആരോപണങ്ങൾ സർക്കാർ അന്വേഷിക്കട്ടെ എന്നായിരുന്നു അജിത് കുമാറിന്റെ പ്രതികരണം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. PV അൻവറിന്റെ ആരോപണം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടിയിലേക്ക് കടക്കുകയാണ് സർക്കാർ. നാട്ടകം ഗസ്റ്റ് ഹൗസിലേക്ക് DGPയെ രാവിലെ തന്നെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പൊതുവേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്വേഷണ പ്രഖ്യാപനം. അതും ADGP അജിത് കുമാറിനെ വേദിയിലിരുത്തി. പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എത്ര ഉന്നതനാണെങ്കിലും നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അച്ചടക്കത്തിന് നിരക്കാത്ത നടപടികൾ വെച്ചുപൊറുപ്പിക്കില്ലെന്നും വ്യക്തമാക്കി. ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. മുഖ്യമന്ത്രി വേദി വിട്ട ശേഷമായിരുന്നു ആരോപണ വിധേയനായ ADGP അജിത് കുമാർ പ്രസംഗിച്ചത്. താൻ ചെയ്ത കാര്യങ്ങൾ ADGP എണ്ണിപ്പറഞ്ഞു. ഇനി ഇത് പറയാൻ അവസരം കിട്ടില്ലെന്നായിരുന്നു ADGPയുടെ വാക്കുകൾ. PV അൻവർ ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന അജിത് കുമാർ സർക്കാർ എല്ലാം അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞു. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. ADGPക്കെതിരായ ആരോപണത്തിൽ എന്നാൽ DGP പരസ്യപ്രതികരണത്തിന് തയ്യാറായില്ല. പലതവണ മാധ്യമങ്ങൾ ചോദിച്ചെങ്കിലും ഒരു പ്രതികരണവും DGP നടത്തിയില്ല. അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്തുള്ള കസേരയിൽ ADGP അജിത് കുമാർ തലകുമ്പിട്ടിരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഗൗനിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായി. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24.